നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അർജുൻ ആയങ്കിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുമ്പോൾ അർജുൻ ആയങ്കിയെ വളർത്തിയത് പി ജയരാജനാണെന്ന തരത്തിൽ ഡിവൈഎഫ്ഐ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. പി ജയരാജൻ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യമൊക്കെ ഒരു വശത്ത് ശക്തമായിരുന്നു. ഇപ്പോൾ ഇതാ നിർണായകമായ പ്രതികരണവുമായി പി ജയരാജൻ എത്തിയിരിക്കുകയാണ്. തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ തുടങ്ങിയെന്ന് പി ജയരാജൻ. ക്രിമിനൽ കേസിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കിയെ പി ജയരാജൻ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന AI നിർമ്മിത ചിത്രം ഉപയോഗിച്ചാണ് അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണം നടക്കുന്നത്. എന്നാൽ RSS ആക്രമണത്തെ തുടർന്ന് നഷ്ടപ്പെട്ട ഇടതു കൈയിലെ പെരുവിരൽ AI ഉപയോഗിച്ച് ചിത്രം നിർമ്മിച്ചപ്പോൾ തിരികെ വന്ന വ്യാജ പ്രചാരകർക്ക് സംഭവിച്ച അബദ്ധത്തെയും പി ജയരാജൻ തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 27 വർഷം മുൻപ് ഒരു തിരുവോണ നാളിൽ RSS ക്രിമിനലുകൾ വെട്ടിയെറിഞ്ഞതാണ് തൻ്റെ കയ്യിലെ പെരുവിരൽ. ഇപ്പോൾ ചിലർ AI സർജറിയിലൂടെ നഷ്ടപ്പെട്ട വിരലടക്കം ചേർത്ത് തന്നിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. തനിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പങ്കുവച്ച പോസ്റ്റാണ്. വ്യാജ പ്രചാരണത്തിന് ഉപയോഗിച്ച ചിത്രവും അദ്ദേഹം പോസ്റ്റ് ചെയ്തു. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെയുള്ള നടപടികൾ തുടങ്ങി എന്നും അദ്ദേഹം വ്യക്തമാക്കി. ജയരാജൻ പങ്കുവച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ടിൽ ട്രിവാൻഡ്രം വൈബേ അടക്കമുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ നിന്നാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമാണ്. എന്തായാലും ഇതിനെതിരെ അദ്ദേഹം നിയമ നടപടി തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു അർജുൻ ആയങ്കിയെ ക്രിമിനലാക്കിയത് പി ജയരാജനാണെന്ന വെളിപ്പെടുത്തലുമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശവുമായി മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് ആരോപണവുമായി രംഗത്ത് വന്നത്. CPM ഈ പ്രചരണത്തെ തള്ളിയായിരുന്നു. എന്തായാലും എന്താണ് മനു തോമസ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്? ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: CPMനെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ചവരാണ് കുറെ അതിതീവ്ര സൈബർ വിപ്ലവകാരികൾ. എല്ലാവരുമല്ല, ഇവരാണ് ആരാധക വൃന്ദങ്ങളായി പരസ്പര സഹായികളാകുന്നത്. ഇവരിൽ ഒരു നേതാവിന് ഡാമേജ് പറ്റുമ്പോൾ മറ്റേ കൂട്ടർ കൂട്ടത്തോടെ ചാടി വീഴുകയായി അങ്ങനെ പരസ്പര സഹായ സംഘങ്ങളായി വാഴുകയാണ്. ഇത്തരം വെല്ലുവിളി കോപ്രായത്തരങ്ങൾ ഭാവിയിലെ ഉയർന്ന മാർക്കറ്റിങ്ങിനാണ് ഉപയോഗപ്പെടുക എന്നിവർക്കറിയാം. ഞാൻ പ്രവർത്തിച്ച പാർട്ടി വേറെയാണ് എന്ന് ഒരു സ്വർണ്ണ പൊട്ടിക്കൽ നടത്തുന്ന ക്രിമിനൽ വെല്ലുവിളി പോലെ പറയുമ്പോൾ ആ പാർട്ടി ഏതാണ്, ആ പാർട്ടി എന്തുത്തരം പറയും? ഈ കാര്യത്തിൽ ഒന്ന് വ്യക്തമാണ്: ഇത്തരം വ്യക്തികളെ ഇന്ന് കാണും വിധം മാറ്റിയെടുത്തതിൽ പ്രധാന ഉത്തരവാദി മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന CPMന്റെ ഒരു നേതാവിനാണ്. അദ്ദേഹത്തിന്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പാർട്ടിയിൽ ആഭിമുഖ്യമുള്ളവരും വിപ്ലവ വചനങ്ങൾ പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ആദ്യകാലത്ത് ഹിറ്റായവരുമായ ചിലരെ അദ്ദേഹം കൂടെ കൂട്ടി. എല്ലാത്തിൻ്റെയും ഏക ന്യായീകരണം പ്രതിരോധം എന്നത് മാത്രമായിരുന്നു. ഈ ജില്ലാ സെക്രട്ടറിയുടെ കാലത്ത് ഇവരുടെ താവളം CPM ജില്ലാ കമ്മിറ്റി ഓഫീസായിരുന്നു. സാധാരണ CPM ജില്ലാ ആസ്ഥാനത്ത് ഓഫീസ് ചുമതലക്കാർ അല്ലാതെ പ്രത്യേക ചുമതലയില്ലാത്ത ആരെയും താമസിപ്പിക്കാറില്ല. എന്നാൽ ഈ ടീംസിനെ ജില്ലാ ആസ്ഥാനത്ത് താമസിപ്പിച്ച് ചിലർക്ക് എസ്കോർട്ട് വിടുക, മറ്റ് ഇവരുടെ സ്വകാര്യ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതൊക്കെയായിരുന്നു പണി. ഈ കാലത്ത് ഈ നേതാവിനെ ശാസിക്കാനോ തിരുത്താനോ ആരും പാർട്ടിയിലുണ്ടായില്ല. പിന്നീട് സാക്ഷാൽ പിണറായി വാളുമായി ഇറങ്ങിയപ്പോഴാണ് പല മറ്റു നേതാക്കൾക്കും തലയ്ക്ക് വെളിച്ചം വീണത്. ഈ നേതാവിനും അദ്ദേഹത്തിൻ്റെ ചുരുക്കം ചില ശിഷ്യന്മാർക്കും ഇവരെ കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് നേതാവിൻ്റെ വാഴ്ത്തുപാട്ടിൻ്റെ പുകഴ്ത്തലിൻ്റെ സംസ്ഥാന കോർഡിനേഷൻ ചുമതല ഈ ചെറുപ്പക്കാർക്കായി അതിൻ്റെ മറവിൽ ജയിലിൽ കിടക്കുന്നതും അല്ലാത്തതുമായ എല്ലാ കൊട്ടേഷൻ ഗുണ്ടാ ടീംസുമായും ബന്ധങ്ങൾ വളർന്ന് സ്വന്തമായി കൊല നടത്താനും കൊല നടത്തി ജയിലിൽ പോവുക, അങ്ങനെ ഗുണ്ടാ മാർക്കറ്റ് വർദ്ധിപ്പിക്കുക, ആരാധകരെ സന്തോഷിപ്പിക്കുക, അങ്ങനെ ഹരമായി വളർന്നു. ഇവർ ക്രിമിനലുകളായതല്ല, ആക്കിയതാണ്. ഈ വെട്ടുക്കിളിക്കൂട്ടം ഇപ്പോൾ പറയുന്നത് ഈ നേതാവിനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ്. സൈബർ ലോകത്തെ ഈ വിലാപമാണ് അദ്ദേഹത്തിനുള്ള ഗുരുദക്ഷിണ. അത് അയാൾ ആസ്വദിക്കുന്നുണ്ട്. ഇതിലും കൂടുതൽ പറയാനുണ്ട്, പറഞ്ഞതിലുമേറെ ചില വിശുദ്ധ വിപ്ലവകാരികളെ പറ്റിയെന്നായിരുന്നു ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ് ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം പിണറായി വിജയൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ, MV ജയരാജൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം അർജുൻ ആയങ്കിയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പക്ഷേ പി ജയരാജൻ എന്തുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല? അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ് എന്നതും ഒരു ചോദ്യമാണ് നിലവിൽ ഈ വിഷയത്തിൽ. ഇനി നമുക്ക് മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടി പോകാം. ഈ അർജുൻ ആയങ്കിയെ കഴിഞ്ഞ ദിവസം പിടികൂടിയതുമായി ബന്ധപ്പെട്ട് നിർണായകമായ വെളിപ്പെടുത്തലുമായി, അതായത് എങ്ങനെയാണ് പിടികൂടിയതെന്നതടക്കമുള്ള വെളിപ്പെടുത്തലുമായി കണ്ണൂർ റേഞ്ച് DIG K കാർത്തിക് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് വിശദമായി നോക്കാം. സിസ്റ്റത്തെ തന്നെ വെല്ലുവിളിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും അതുകൊണ്ട് തന്നെ എല്ലാ പോലീസുകാരും ഒറ്റക്കെട്ടായാണ് അർജുൻ ആയങ്കിയെ പിടികൂടിയതെന്നും എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും വ്യക്തമായ
നിർദ്ദേശം ഇത് സംബന്ധിച്ച് നൽകിയിരുന്നുവെന്നും DIG വിവരിച്ചു. ഒളിവിലിരിക്കാൻ അർജുനെ സഹായിച്ചവരെക്കുറിച്ചും ഒത്താശ ചെയ്തവരെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. ഇവരെയും വരും ദിവസങ്ങളിൽ പിടികൂടുമെന്നും DIG സൂചന നൽകുന്നുണ്ട്. ഇവർക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കില്ല. കർശനമായ നിയമ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കുമെന്നും കാർത്തിക് പറഞ്ഞു. അർജുൻ ആയങ്കിയുടെ പ്രധാന കൂട്ടാളിയാണ് പ്രണവിനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അർജുൻ ആയങ്കി ഒളിവിലിരിക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച വിവാദ പോസ്റ്റുകൾ അത് പ്രണവാണ് ഇട്ടത് എന്നാണ് അർജുൻ ആയങ്കി പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അടുത്ത് പ്രണവിനെ കണ്ടെത്തുക എന്നതാണ് നിർണായകമായ അടുത്ത നീക്കം. അഴീക്കോട് സ്വദേശിയായ പ്രണവിനായി പോലീസ് തിരച്ചിൽ ശക്തമാക്കി. ഈ അർജുൻ ആയങ്കിയെ പിടികൂടുന്നതിൻ്റെ തലേദിവസം ഉച്ചയ്ക്ക് 12 മണിവരെ തളിപ്പറമ്പിൽ അർജുൻ ആയങ്കിക്കൊപ്പം പ്രണവ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇരുവരും 2 വഴിക്ക് പിരിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് പ്രണവ് ഒളിവിൽ പോയത്. അർജുൻ ആയങ്കി പിടിയിലാവുകയും ചെയ്തു. എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് വരുമ്പോൾ പ്രണവ് തനിക്കൊപ്പം ഉണ്ടായിരുന്നതായി അർജുൻ തന്നെ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അടുത്ത നീക്കം പ്രണവിനെ കണ്ടെത്തുക എന്നതാണ്. മാത്രമല്ല അർജുൻ ആയങ്കിയെ ഒളിവിലിരിക്കാൻ സഹായിച്ച എല്ലാവരെയും പിടികൂടും എന്നാണ് പോലീസിന്റെ നിലപാട്. അതേസമയം നിലവിൽ അർജുൻ ആയങ്കിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഈ ഫോണിൽ നിന്നാണോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടത് എന്ന ഒരു കാര്യം കൂടി പ്രധാനമായി പരിശോധിക്കുന്നുണ്ട്. ഫോൺ വിശദമായ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. നിലവിൽ അർജുന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്തത്. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കണ്ണൂർ സൈബർ പോലീസ് എടുത്ത കേസിലാണ് റിമാൻഡ്. അർജുനെ തലശ്ശേരി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റി. ഊന്നുകൽ പോലീസ് ഇന്ന് ഫോർമൽ അറസ്റ്റിനുള്ള അപേക്ഷ കണ്ണൂർ കോടതിയിൽ നൽകും. അർജുൻ ആയങ്കി ഇതുവരെയും ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല. ഇന്നലെ പുലർച്ചെ 2:45 ആയങ്കി പിടിയിലാകുന്നത്. കൊടും ക്രിമിനലായ അർജുൻ ആയങ്കിയെ ഒടുവിൽ പിടികൂടിയതും ആഭ്യന്തരമന്ത്രിക്കും വകുപ്പിനും വലിയ രീതിയിലുള്ള ആശ്വാസമായിരിക്കുകയാണ്. സിസ്റ്റത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന രീതിയിൽ വിവാദ പോസ്റ്റുകൾ ഇട്ടു. മാത്രമല്ല അത്തരത്തിലൊരു പ്രതികരണങ്ങൾ നടത്തി പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. ഒടുവിൽ വളരെ ദിവസങ്ങൾ എടുക്കാതെ തന്നെ വേഗത്തിൽ പിടികൂടാനായത് ഈ വകുപ്പിന് തന്നെ വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ റിമാൻഡ് ചെയ്തു. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാണ് റിമാൻഡ് ചെയ്തത്. കണ്ണൂർ സൈബർ പോലീസ് എടുത്ത കേസിലാണ് റിമാൻഡ്. തലശ്ശേരി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ മാറ്റുകയും ചെയ്തു. അതേസമയം അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത, അതായത് പിടിക്കാമെങ്കിൽ പിടിച്ചോ എന്ന അർജുൻ ആയങ്കിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത കണ്ണൂർ സ്ക്വാഡിന് ലക്ഷ്യം കൈവരിക്കാൻ എടുത്തത് 60 മണിക്കൂറാണ്. തളിപ്പറമ്പിൽ അർജുൻ ആയങ്കി 2 ദിവസം കഴിഞ്ഞത് ഏറ്റവും സുരക്ഷിതമായ ഒരു ഒളിയിടത്തിലാണ്. അത് എവിടം എന്നത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആയങ്കിയുമായി അടുത്ത ബന്ധമുള്ള കുപ്രസിദ്ധ രാഷ്ട്രീയ ഗുണ്ടയുടെ താവളമായ ഈ പ്രദേശം രാത്രി പരിശോധനയ്ക്ക് 40 പോലീസെങ്കിലും വേണ്ടിവരുമെന്നായിരുന്നു അന്വേഷണ സംഘം നിഗമനം നടത്തിയത്. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഒളിത്താവളത്തിലേക്ക് എത്തിക്കും മുൻപ് കൂട്ടാളികൾ മൊബൈൽ ഫ്ലൈറ്റ് മോഡിലിടുന്നു. അത്തരത്തിൽ നിർണായക നീക്കങ്ങൾ അർജുൻ ആയങ്കിയെ സേഫ് ആക്കാൻ കൂട്ടാളികൾ ഒന്നാകെ നടത്തി. പക്ഷേ പോലീസിൽ പിടിക്കപ്പെട്ടത് മികച്ച ഫീൽഡ് തന്ത്രങ്ങളിലൂടെയാണ്.